ചത്താലും നമുക്ക് അറിയില്ല. പക്ഷെ അതൊരു ബോംബ് പൊട്ടിച്ചിട്ട് പോയി. നമ്പറൊക്കെ കാണാപ്പാട് അറിയാൻ പറ്റുമോ? അങ്ങ് ഒരിക്കലുമില്ല. ഇപ്പൊ ഞാൻ അനുമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞല്ലേ, അതിന്റെ ഇടയിൽ പൂര ചീത്തയാണ്. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ തികഞ്ഞവര് പറയുക. എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഓൾ ദ വെരി ബെസ്റ്റ് എന്നും പറഞ്ഞ് എല്ലാവർക്കും ചിലപ്പം പറഞ്ഞ് പോകേണ്ട ആളുകൾ വന്നിട്ട് പഴയ കാലങ്ങൾ കുത്തി പൊക്കി ഇവരാണ് ചെയ്തത്, അവരെ ചെയ്ത്. ഇവർ ആരും അല്ല ചെയ്തത്, അവര് തന്നെയാണ് അവരെ കുഴി തോണ്ടിയത്. അത് കല്ല് പോലെ അവിടെ ഇരുന്നോളൂ, കല്ല് പോലെ അതിലിങ്ങനെ ഇരുന്നു ചത്ത പോലെ ഇരിക്കാന്ന്. അനീഷിനും അനുമോൾക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ഇവർക്ക് നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ചെന്നിട്ട് എല്ലാരും ഇതിന്റെ അനുമോളെ അങ്ങോട്ട് കൊട്ടി. എനിക്കൊന്ന് അഭിലാഷൊക്കെയാണ് കൊട്ടാത്തുള്ളൂ. ഞാൻ അനുമോൾ ഫാനൊന്നല്ല, എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയോ, ഒരാള് വന്ന വഴി, അയാള് കഷ്ടപ്പെട്ടത്. ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും ഈ അക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല. അവൾ ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഇവിടെ വിടുക. എന്തിനു സൈബർ ബുള്ളിങ്ങും ഈ പറഞ്ഞ കമന്റ് ഉണ്ട്, അവൾ അങ്ങനെയല്ല. ഇവർക്കൊന്നും ഇവര് പേഴ്സണലി ഇവിടെ അറിയാനേ പാടില്ല. വെറുതെ അങ്ങോട്ട് പറയാ. വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഒരു വിജയം അത് നിലനിൽക്കില്ല. വിജയമാണെങ്കിലും ഫെയിം ആണെങ്കിലും എന്താണെങ്കിലും അത് നിലനിൽക്കില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മുടെ ചാനലിന്റെ ഏറ്റവും സ്വന്തം, നമ്മുടെയൊക്കെ എന്താ പറയാ, നമ്മുടെ ചാനലിൽ ഏത് സമയത്ത് നമ്മൾ വിളിച്ചാൽ വരുന്ന, നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും ജോയിൻ ചെയ്യുന്ന നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ഷിയാസിക്കാണ്. സോ നമസ്കാരം. അതെ, വിളിച്ച ഓടി വരുന്ന ഒത്തിരി വർഷങ്ങളായിട്ട് കല്യാണം മുതല് ഈ കുട്ടിയുടെ നൂലിയേട്ടനുണ്ടാവും, എല്ലാ പരിപാടിക്കും ഉണ്ടാവും. അതെ, ആദ്യം ഷിയാസിക്കയുടെ കുട്ടിയുടെ ചടങ്ങിന് ഞാൻ വരുന്നതായിരിക്കും. എന്നെക്കാളും മുമ്പ് നിങ്ങളെ കല്യാണം കഴിച്ചേ, ഞാൻ നിങ്ങളുടെ കുട്ടിയുടെ ചടങ്ങിന് വെയിറ്റ് ചെയ്ത് ഞാനൊരു വൈഫും കൂടി വരാൻ വേണ്ടിട്ട്. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, അത് പോട്ടെ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്രിസ്മസ്, ഓണം, വിഷു, റംസാൻ, എന്ത് വന്നാലും മൈൽ സ്റ്റോൺ ടോപ്പ്. കാര്യം എനിക്ക് മൈൽ സ്റ്റോൺ ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞല്ല, എനിക്ക് ഓണത്തിന് എന്തൊക്കെയോ കൊണ്ട് തന്നിരുന്നു, പായസോ എന്തൊക്കെയോ. അതുപോലെ ക്രിസ്മസിനും കേക്ക് തന്നിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു എനിക്ക് അങ്ങനെ ഒരു ടീം തരാറില്ല പൊതുവെ. അതൊരു വല്ലാത്തൊരു, അത് ഞങ്ങളുടെ ഒരു ആചാരമാണ്. എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും നമ്മുടെ ഒപ്പം നിന്നവർക്ക് അതിൽ ചേട്ടൻ പ്രധാന പങ്കാണ്. താങ്ക് യു. അത് ഭയങ്കര, അതിന് അപ്പവും പിന്നെ ഹസ്ബൻഡും അതിന്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. ഇങ്ങനെ ലൈഫ് ഇസ് ഗോയിങ് ഓൺ. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഞാൻ കല്യാണം കഴിച്ചപ്പോ 1 വർഷം ആകാൻ പോകുന്നു. ഈ നവംബർ 25-ാം തീയതി എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എന്റെ വെഡിങ് ആനിവേഴ്സറി അന്ന് തന്നെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. നല്ല, ഈ മാസം എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മാസം കൂടിയാണ്. അതുപോലെ ഡിസംബർ 2-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ ഒരു അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നല്ല ദിവസങ്ങളായിട്ട് എന്റെ ലൈഫിൽ. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് പോയിട്ടിരിക്കുന്നു. അനുമോള് കപ്പെടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഇരട്ടി മധുരമായിരിക്കും. ഈ നവംബർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അനുമോളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, നമ്മളെ അനുമോൾ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മറക്കാൻ പറ്റാത്ത ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ നവംബർ. അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7-ന്റെ എന്താ പറയാ ഗ്രാൻഡ് ഫിനാലെ ആണ് ഈ സൺഡേ. അപ്പൊ ഇക്ക ഫസ്റ്റ് സീസണിൽ 3rd പൊസിഷൻ അല്ലേ, 3rd പൊസിഷനിൽ വന്ന വ്യക്തിയാണ്. ബിഗ് ബോസ് എന്താണെന്ന് അറിയത്തില്ല, എന്താണ് PR എന്ന് അറിയത്തില്ല, അതെ, എങ്ങനെ ജയിക്കണ്ടേന്ന് അറിയത്തില്ല. 1500 ഫോളോവേഴ്സ് ഉള്ളു ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത്. അതെ, 1500 ഫോളോവേഴ്സ്. എന്താ കഷ്ടപ്പാടിന്റെ ഇതിലൊക്കെ ഇക്ക കേറി, ഇക്കയുടെ കഠിന പരിശ്രമം കൊണ്ടൊക്കെ കേറി. തണുപ്പും ഇതും കൂടെ ചെന്നിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പൊ ആ സമയത്ത് PR എന്താന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ജനങ്ങൾ എന്താ പറയാ 3rd പൊസിഷനിൽ എത്തി. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ 7th സീസൺ കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയാ, എന്താണ് ബിഗ് ബോസ് എന്ന് സീസൺ 2-ലേക്ക് വരുമ്പോ സീസൺ 1 കണ്ടു പഠിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സീസൺ 3 വരുമ്പോ സീസൺ 1-ഉം 2 ഒക്കെ റെഫറൻസിനായിട്ട് അവർക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ശരിയാണ്. അത് ഭയങ്കര ഇപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാര്യം സോഷ്യൽ മീഡിയ കുറച്ചുകൂടി നമ്മളെ പുള്ളി ചെയ്യും. ഇപ്പൊ PR ചെയ്തില്ലെങ്കിലും ഇഷ്ടപ്പെട്ട, ഇപ്പൊ കെന്നയ്ക്ക് ഇപ്പൊ അനുവിന് ഇഷ്ടമുണ്ടെങ്കിൽ കെന്നയ്ക്ക് അനുമോൾ സപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം മൊബൈലിൽ ഇരുന്നിട്ട്. അനുമോളിലെ ബിഗ് ബോസിലെ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാതെ. അതിന് PR ആവണമെന്ന് നിർബന്ധമില്ല, അതൊരു ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ സീസണിലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സീസണില് ആകെ കമൽ സാറും കമൽഹാസൻ സാറും പിന്നെ മുകേഷ് ഏട്ടൻ, പിന്നെ ഇവരാണ് നമ്മുടെ സീസണിൽ വന്നത്. പിന്നെ  ലാസ്റ്റ് സ്റ്റീഫൻ ദേവസി വന്നു, ഫിനാലയുടെ ഡേ. ആ ഡേ വന്നു. പിന്നെ 2nd സീസണിൽ 2 സീസൺ 2 ലേക്ക് വരുമ്പോൾ സീസൺ 1 2 ഒക്കെ റെഫറൻസിനായിട്ട് അവർക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു.
അല്ലാതെ നമ്മുടെ ഹൗസിലേക്ക് അങ്ങനെ വന്നില്ല. പിന്നെ റീ എൻട്രി ആണ് വന്നത്. അതെ റീ എൻട്രി ഗസ്റ്റ് അവരും എല്ലാവരും വന്നു, എല്ലാ കണ്ടസ്റ്റൻസും വന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് വന്നു രാവിലെ പോയി. നമ്മുടെ ഈ സീസൺ പോലെ സ്റ്റേയും പരിപാടികളൊന്നും ഇല്ല. കാര്യം അതെന്ന് പറഞ്ഞാല് ഭയങ്കര പുറത്തുനിന്നെല്ലാം ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടും പറയാം. ഇപ്പൊ പാനിക് ആക്കാം, അതിനകത്തുള്ള ആളുകൾ വേണമെങ്കിൽ ചെവി പോയി പാനിക് ആക്കാം. പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പാനിക് ആയി പോലെ. അപ്പൊ അതിനോട് ടൈമേ കിട്ടിയില്ല. സീസൺ 1 റീ എൻട്രി കിക്കാനൊക്കെ ആരെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നീ പുറത്തേക്ക് ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അത് അങ്ങനെ നമുക്ക് എനിക്ക് പിന്നെ ഭയമില്ലല്ലോ അന്ന്. നമുക്ക് പോവാനൊന്നുമില്ല. ഫെയിമോ പിണങ്ങി പോവാൻ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പൊ ഫാൻസ് പോകുന്നുള്ള അയ്യോ ഇപ്പൊ അത് പോവും. എനിക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മ കയറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടാവും. അത് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ എന്താ റാമ്പ് കാണിച്ചാലും വീട്ടിൽ തന്നെ കയറ്റും. അപ്പൊ പിന്നെ നമുക്ക് ആ ഭയമില്ല. നമുക്ക് ആകെ ഉള്ളത് വീട്ടുകാരുടെ അതാണ്. അത് നമുക്ക് വീട്ടുകാരെ സേഫ് ആണെന്നുള്ള ഉമ്മ വീഡിയോ വോയിസ് ഒക്കെ ആ സമയത്ത് അയക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഞാൻ അയക്കുന്നു. അപ്പൊ വീട്ടിലെല്ലാം സേഫ് ആണെന്ന് പറയും. പിന്നെ ആ കുക്കിംഗ് ഷോ നടക്കുമ്പോൾ ഉമ്മയുടെ വോയിസ് പറയുന്ന വീഡിയോ ഒക്കെ പറയുന്നുണ്ട്. കുക്കിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഓൾറെഡി വീട്ടുകാരുടെ ഫേസ് ആണ് മനസ്സിലാവും, അവരും ഓക്കെയാണ്. പിന്നെ ഞാൻ ഓക്കെ. പിന്നെ ലാലായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിരുന്നു. അതിനകത്ത് എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയും മോനെ ഞാൻ ഉണ്ട് മോനെ ചേട്ടനുണ്ട് കൂടെ എന്നൊക്കെ. അന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ പെരുമ്പാവൂരുള്ള, പിന്നെ ലാലേട്ടൻ ഡ്രൈവർ, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പെരുമ്പാവൂർ. അപ്പൊ ഞാൻ പെരുമ്പാവൂർ പണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പൊ എന്നെ പറ്റി ചിലപ്പോ അന്വേഷിക്കും ഇങ്ങനെയൊക്കെ ഞാൻ എന്താണെന്നൊക്കെ. ചിലപ്പോ എന്നെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോ വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായാലും പോയി. പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല. സീസൺ എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ ഒരു ഇപ്പൊ ഞാൻ അനുമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞല്ലേ അതിന്റെ ഇടയിൽ പൂര ചീത്തയാ. അത് ഫോട്ടോ ഉണ്ടാവില്ല, വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് എന്നെ തെറി പറയുക, അനുമോളെ മോശം പറയുക. ഇവന് അനുമോളെ പേഴ്സണലി അറിയാതെ എന്തിനാണ് ഒരാളെ കുറ്റം പറയുന്നത്? ചെന്നൈനെ പേഴ്സണലി അറിഞ്ഞിട്ട് കുറ്റം പറഞ്ഞ ന്യായമുണ്ട്. എന്നാലും കുറ്റം പറയാൻ പാടില്ലാന്നേ. തികഞ്ഞാൻ ആരും ഉണ്ടോ? ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് മോശ വശമുണ്ട്, നല്ല വശമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോ തികഞ്ഞവര് പറയുക, അല്ലാതെ ഒരു ഷോ കണ്ടിട്ട് ഷോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പെയിന്റ് അടിക്കുക. അത് മോശമാണ് അങ്ങ് എഴുതുക. ഒരു റൂമിലിരുന്ന് ഒരു മൊബൈൽ ഉണ്ടാവും, ദശാനും രാമു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് എഴുതാണ് അങ്ങനെ മോള് ഇങ്ങനെ മോള് അവൾ അങ്ങനെ അവൾ തോക്കട്ടെ. എനിക്ക് തോന്നുന്നു സീസൺ 1 to സീസൺ 7 എടുത്ത് നോക്കുമ്പോ ഞാനൊക്കെ സീസൺ 1 ടിവിയിലായിരുന്നു ഫുൾ ടൈം. ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറും നമുക്ക് ഫുൾ ടൈം. അപ്പൊ ഫാമിലി മൊത്തം ടിവിയില്. ഇപ്പൊ അങ്ങനെയല്ല, ടിവിയിലല്ല. ഇപ്പൊ എല്ലാം ഞങ്ങൾ ഹോട്ട്സ്റ്റാർ ഫോണിലൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു റീ എൻട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കവും എന്തൊക്കെയാ നടക്കണ്ടാത്ത പല സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫിനാലയോട് അടുക്കുമ്പോ നിൽക്കുന്നത്. നമ്മള് റീ എൻട്രി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വരെ കണ്ടേക്കണ എന്താ ഭയങ്കര ജോളി, എന്താ പറയാ ഒരു കോളേജ് റീയൂണിയൻ പോലെയാണ്. ഞാനിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ റീ എൻട്രി ആളുകളൊക്കെ അവരെ വെളുപ്പിക്കാൻ വേണ്ടി പോയപോലെ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാം, എന്നിട്ട് അവരങ്ങനെ അറ്റാക്ക് ചെയ്യാം. അവർ അനുമോളുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാ. ഇത് ഹേറ്റേഴ്സും ഉണ്ട് സപ്പോർട്ടേഴ്സും ഉണ്ട്, ഒരു ഈക്വൽ ആയിട്ട് നിൽക്കാം. അപ്പൊ ആ ഹേറ്റിലേക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാ. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഹേറ്റ് അവിടെ. അപ്പൊ അവരും കൂടി ബ്രേറ്റ് ആവുമല്ലോ. ഇത് ഈ ഹേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാക്ക്? അപ്പൊ അതാണ് ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവർക്ക് അറിയാൻ പാടില്ല അനുമോള് വിന്നറാവും. അപ്പൊ അക്ബറോ അനീഷോ ഷാനവാസോ നൂറയോ ആരോ നിവിനോ ആരോ സെക്കൻഡോ എന്തെങ്കിലും ആവുമോ? എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? മോശമാണ്. ഞാനിപ്പോ ആരുടെ പേര് പറയുന്നില്ല, മോശ. കാര്യം അനുമോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീസൺ ഇരുന്ന് കാണുന്ന ഒരാളാണ്. എല്ലാം കാണാൻ പറ്റില്ലെങ്കിലും പരമാവധി കാണും. ഞാൻ ഇരുന്ന് കാണുന്ന അനുമോളുടെ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അത് പലർക്കും ഉണ്ടാവും. എല്ലാരും തികഞ്ഞവരാന്ന് പറയുന്നില്ല. ഇപ്പൊ അനുമോളുടെ ഇപ്പൊ എന്താ ഫുഡ്, എക്സ്പെഷ്യലി അനുമോളോട് നമുക്ക് കുറച്ചെങ്കിലും ദേഷ്യം വരുന്നത് ആ കിച്ചണിൽ കയറുമ്പോ, അല്ലെങ്കിൽ അനുമോളുടെ ഞാൻ ഒരു മനസ്സിലാക്കിയ കാര്യം, അവള് ഫുഡിന് വില കൊടുക്കുന്ന ഒരാളാണ്. ഫുഡ് ഇങ്ങനെ വലിച്ചു വാരി വേസ്റ്റ് ആക്കുന്നില്ല, അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു, അവള് ഫ്രിഡ്ജിൽ വെക്കുന്നു. അവൾ ചിലപ്പോ ഫുഡിനോട് ചിലപ്പോ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ അവിടെയുള്ള ആളുകൾ അവള് ചെറിയൊരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടായിരിക്കും. മേ ബി എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. എനിവേ അത് എന്തെങ്കിലും ആവട്ടെ. ഇതെന്താണ്? അടുത്തെന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലേറ്റ് ആണ്, വേറെ ഒന്നുമില്ല.
അടിപൊളിയാട്ടോ ചേട്ടാ. അപ്പം മെയിൻ കാര്യം ഞാൻ ഈ സീസണിൽ പോയല്ലോ, ഞാനിപ്പോ അനുമോള് വെളുപ്പിക്കാനും നോക്കണമെന്നില്ല. അനുമോൾക്ക് ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. ഞാനിപ്പോ ഇല്ലാന്ന് പറയില്ല, അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനുമോള് മനസ്സിൽ വച്ചിട്ട് പെരുമാറുന്ന ആളല്ല, അവൾ അപ്പൊ തന്നെ പറയും. മനസ്സിലായോ? അവള് സ്പോട്ടിൽ പറയാം, അവൾക്ക് ഇത് ശരിയല്ല ശരിയില്ല എന്ന് പറയും. അവളിന്ന് കണ്ണനെ വിളിച്ചു പറയും. അതങ്ങനെ ഒരു ഉള്ളിൽ വെച്ചിട്ടിരിക്കുക അങ്ങനെ. ഞാനപ്പോ അവളോട് ചില കാര്യം കണ്ടില്ല മട്ട് മുന്നോട്ട് പോവാ, ഇത് ഇങ്ങനത്തെ ഒരു ഷോ ആണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോകുന്നത് ഇങ്ങോട്ട്. പിന്നെ കരയരുത്, ഞാൻ 2 അഡ്വൈസ് കൊടുത്തു. ചിലത് കണ്ടില്ല മട്ട് ഇരിക്കേണ്ടവരും, പിന്നെ കരയരുത് മോളെ, എന്തിനാ എപ്പോഴും കരയണമെന്ന് വെച്ചു. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ആ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞിട്ട് പോകും. ഞാനവിടെ എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തു. ഇപ്പൊ സാബിമോൻ എടുത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണത്. ഇനി എനിക്ക് ഇതിലും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല. ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എനിക്കത് വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ലാതെ, നിങ്ങൾക്കറിയാലോ ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ആർക്കും എന്നെ അറിയാൻ പാടില്ല. ഒരു മോഡൽ എന്ന രീതിയിൽ എന്നെ ഒരു മനുഷ്യൻ അറിയില്ല. അതിനുപരി മോഡൽ എന്ന രീതിയിൽ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ 3ാം സ്ഥാനം വന്നു. അതിനുശേഷം എന്നെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ എവിടെയും നമുക്ക് എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. അത് ബിഗ് ബോസ് കൊണ്ടാണ്, അപ്പൊ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് കൊണ്ടാണ്. അപ്പൊ ഒരു ബിഗിനർ എന്ന രീതിയിൽ ബിഗ് ബോസ് ഉപകാരപ്പെടുന്നത് ഞാൻ സാബിമോനോടും പറഞ്ഞു, ആരിനോടും പറഞ്ഞു. പിന്നെ അവിടെ എല്ലാ ആളുകളും പറഞ്ഞു ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, ഇനി കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. അത് യൂസ് ചെയ്യുക, അല്ലാതെ ഒരാളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാവരുടെയും ഫാൻ ബേസ് ഉണ്ട്. അതിൽ കുറച്ച് ഫാൻ പവറും കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ലാതെ PR മാത്രം. ഇപ്പൊ ഞാൻ ഒരു കാര്യം, കെന്ന എനിക്ക് 16 ലക്ഷം രൂപ വന്നേക്കാണ്. കെന്നയുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണം. എനിക്ക് മോശം കാര്യങ്ങൾ എന്നെ അവിടെ ചെയ്യുന്നില്ലേ, ഇല്ലേ? അപ്പൊ ആളുകൾ തീരുമാനിക്കില്ല കെന്ന വളരെ മോശം സ്ത്രീയാണ്, എനിക്ക് വോട്ട് ചെയ്യണ്ട, കെന്ന ഔട്ടാവും. അനുമോൾ ഫൈനൽ വന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല അനുമോള് ഫൈനൽ വരാനുള്ള റീസൺ എന്താ? അനുമോൾക്ക് ഒരു നല്ല വശമുണ്ട്. ഇനി എത്ര മോശം വശം ഉണ്ടെങ്കിലും ഒരാൾക്ക് നല്ല വശം ഉണ്ടെങ്കിൽ തന്നെ അത് ടോപ്പ് 5-ലെത്തി. പിന്നെ എന്തിനാണ് ഇവരെ ടാർഗറ്റ് നോക്കുന്നത്? പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഇപ്പൊ ഒരാളെ തന്നെ ആ വീട്ടിലുള്ള എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ പുറത്തുള്ള ഓഡിയൻസിന് ആ ടാർഗറ്റ് ചെയ്യുന്ന ആളോട് ഒരു സഹതാപം തോന്നും. ഇപ്പൊ ഈ റീ എൻട്രി ചെയ്തേക്കണ എല്ലാ കണ്ടസ്റ്റൻസും അവിടെ നിന്നേക്കണവർ ഉൾപ്പെടെ അനുമോളെ ഇപ്പൊ ചെയ്യുമ്പോഴത്തേനും, ഞാൻ അനുമോൾ ഫാൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് വേറെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഈ 2-3 ദിവസങ്ങളിൽ റീ എൻട്രിക്ക് ശേഷം ഇവരെല്ലാരും ഒരാളോട് ചെയ്യുമ്പോ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളും നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കും ചത്ത പോലെ ഇരിക്കാന്ന്. ഇനി കുറച്ച് ചത്ത പോലെ കിടക്കാൻ എങ്ങനെ ഇരുന്നു. ഞാൻ അനുമോൾ ഫാനൊന്നല്ല, എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയോ, ഒരാള് വന്ന വഴി, അയാള് കഷ്ടപ്പെട്ടത്, അയാൾ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും അയാൾ ഒരു കഷ്ടപ്പാടുണ്ടെന്നേ, വലിയ ബുദ്ധിമുട്ടാ. ഒരു നോൺ ഇൻഡസ്ട്രിയില് ഒരാള് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി. എന്തൊക്കെയോ വരുന്നുണ്ട് പുകയൊക്കെ ആയിട്ട്. ദൈവമേ, ഫിഷാണോ ബീഫാ? എന്നാ ബീഫിന്റെ ആളാണ്. ഇപ്പൊ നമ്മള് ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഫുഡ് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട്. അപ്പൊ ഇത് ഇവരുടെ സ്പെഷ്യൽ ആന്ന് പറഞ്ഞു. ബീഫ് പൊള്ളിച്ചതും അപ്പം. നമുക്കിങ്ങനെ സംസാരിച്ച് ചൂടാറട്ടെ. നല്ല ചൂടുണ്ട്. അപ്പത്തിനില്ല, ഇതിന് ചൂടാകാൻ സാധ്യതയുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്നു. പിടിക്കില്ലേ? ഡയറ്റ് ഒന്നും അല്ലല്ലോ. ഈ ബീഫ് ഞാൻ കഴിക്കും, അപ്പം ഞാൻ പിടിക്കില്ല. അപ്പം പിടിക്കില്ല. നമുക്ക് ഗോതമ്പിന്റെ എന്തെങ്കിലും പിടിക്കാം. ഗോതമ്പിന്റെ അത് നമുക്ക് ചപ്പാത്തി എടുത്തോ? ചപ്പാത്തി. അവർക്ക് ശരിക്കും മനസ്സിലായിട്ടോ, അത്യാവശ്യം ഹെൽത്ത് നോക്കുന്ന ആളാണ്. ചപ്പാത്തി ഇങ്ങോട്ട് പറഞ്ഞു. അതെ, ചപ്പാത്തി ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ പറഞ്ഞോണ്ട്. അപ്പൊ അനുമോളുടെ കഷ്ടപ്പാട്, ഈ അനുമോളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനുമോൾ എന്താണെന്ന്. അനുമോളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അനുമോള് വീട്ടില് 2 ബെഡ്റൂമോ 3 ബെഡ്റൂം, 2 ബെഡ്റൂമേ ഉള്ളൂ. താഴെ ഒരു ബെഡ്റൂമും മേലൊരു ബെഡ്റൂമും. താഴെ ഒരു ബെഡ്റൂം ഉണ്ടോ അല്ല, അവിടെ സെപ്പറേറ്റ് ഒരു കോണിപ്പടിയുടെ കൂടെ ടെറസിന്റെ മേളിൽ ഒരു റൂം സെറ്റ് ചെയ്തേക്കാം അവൾക്ക് വേണ്ടിട്ട്. ഒരു ചെറിയൊരു റൂം, അതിൽ അവളുടെ ഡ്രസ്സ് കാര്യങ്ങള് അവളുടെ മേക്കപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് റൂം. അതാണ് അവളുടെ റൂം. അച്ഛനും അമ്മയും താഴെ കിടക്കുന്നു. അങ്ങനെ ഒരു ചേച്ചിക്ക് റൂം, ചേച്ചി ഇല്ലല്ലോ. അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് അവളുടെ വീട്. ഞാൻ അങ്ങനെ ഓർക്കുന്നത് ഒരു റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് ഒരു നാട്ടും പുറമാണ്. ചില സ്ഥലത്ത് വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ വേകുന്നില്ല അവൾക്ക്. ഇപ്പൊ ഞാൻ 5 കൊല്ലം പോയ കാര്യം വയനാട്.
നാട്ടുംപുറാണ്, ചെറിയൊരു ഗ്രാമമാണ് ആര്യനാട്. നല്ല രസമുള്ള സ്ഥലമാട്ടോ, ജീവിക്കാനൊക്കെ അടിപൊളിയാണ്. അവിടെ നിന്ന് അവള് ബസ്സൊക്കെ കയറി, ട്രെയിനൊക്കെ കയറി, ചെറിയൊരു ആൾട്ടോ, അന്നൊരു ചെറിയ ആൾട്ടോ ഉപയോഗിക്കുന്നത്, ആ അച്ഛനെ ഓടിക്കുന്ന ഒരു ആൾട്ടോ. ഇപ്പൊ ഒരു കിയയുടെ വണ്ടി എടുത്തു, ഒരു ആൾട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലാണ് അവളെ ട്രെയിൻ കയറ്റാനും ബസ്സിനൊക്കെ അവരുടെ അച്ഛൻ കൊണ്ടുപോകണൊക്കെ ഞാൻ കാണാറുണ്ട്. എന്നിട്ട് പറയുള്ളൂ. അപ്പോ ഭയങ്കര ഒരുപാടേ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ. ഇനി അവൾ ഇനിയിപ്പോ എന്ത് ആളുകൾ എന്ത് ടാറടിച്ചു നോക്കാനും ഇനിയിപ്പോ എന്ത് PR എന്തുണ്ടെങ്കിലും അവൾക്ക് അവളുടെ കഷ്ടപ്പാടുണ്ട്. അവിടെ എല്ലാ ആളും ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും ഈ അക്ബർ എല്ലാ ആളും കഷ്ടപ്പെട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല. എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല കേട്ടോ. അനുമോളെ കഷ്ടപ്പാട് എനിക്ക് അറിയാം. എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഞാൻ അനുമോളുടെ PR ആയിട്ടല്ല, എനിക്ക് അനുമോള് പൈസ തരാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോ അനുമോളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? അതൊരു മനുഷ്യത്വമാണേ. എനിക്കൊരു മോശം അവസ്ഥ വന്നപ്പോ അനുമോൾ എന്റെ കൂടെ നിന്ന ഒരാളാ. എനിക്ക് വലിയൊരു ആരോപണമാണ്, ഒരു സ്ത്രീ എന്റെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആരോപണം എന്റെ നേരെ വന്ന ഞാൻ അതിൽ അതിഭീകരമായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച ഒരാളാണ്. ആ സമയത്ത് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അല്ലെ എൻ്റെ കൂടെ ഒരാളെ നിന്നോളൂ അനുമോള്. വേറെ ആർട്ടിസ്റ്റുകൾ നിന്നെങ്കിൽ പോലും അനുമോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ആളുകളെ പിന്തുണ വന്നിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിൽ വന്ന ഷിയാസ്ക്ക് അങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞൊരാളാണ് അനുമോൾ. അനുമോൾ അത് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അനുമോൾ ഇപ്പം വേറെ കണ്ടസ്റ്റന്റ് അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ എന്നുവെച്ചാൽ ബിഗ് ബോസിന്റെ അകത്ത് അവർക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അനുമോള് പറയുന്നത് എനിക്കും തെറ്റുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും, പക്ഷെ സുഹൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്, അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് മോശ സമയത്ത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തി പറയുക. കാരണം സുഹൃത്ത് ബന്ധമായിട്ടിരിക്കുന്ന നമ്മൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്കൊന്ന് അനുമോൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന്റെ കാര്യം പറയാം. എനിക്ക് ഫസ്റ്റ് ഞാൻ അനുമോള് പറയാനുള്ള കാര്യമാണ്, നമ്മൾ ആരും വിശ്വസിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സീക്രട്ട് ഓൾവേസ് സീക്രട്ട് ആണ്. പിന്നെ ഇതൊരു TV ഷോ ആണ്, നമ്മളൊരു പുറത്ത് പറയുന്ന പോലെ അല്ലത്. ഇതൊരു TV ഷോ ആണ്. നമ്മൾ ചെവി പറയുന്ന കാര്യം മറ്റൊരാൾക്ക് ജയിക്കാൻ വേണ്ടി അത് പബ്ലിക്കിൽ പറയും. ആ ഒരു ഷോ അങ്ങനെയാണ്. ഞാനത് ഫേസ് ചെയ്ത ഒരാളാണ് ബിഗ് ബോസിൽ. അപ്പോൾ ഈ ഷോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് വിശ്വസിച്ച് പറയുന്നൊരു കാര്യം ചിലപ്പോൾ അയാള് നമ്മൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുമ്പോഴോ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമ്പോൾ അതങ്ങ് വിളിച്ചു പറയും. ചില മനുഷ്യർ അങ്ങനെയാവും. പക്ഷെ അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. കാര്യം അനീഷിനെ പറ്റി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അതുപോലെ ഞാൻ അകത്ത് പോയ സമയത്തൊക്കെ മനസ്സിലാക്കിയ കാര്യം, അനീഷ് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരാളെ കുറ്റം പറയുന്നതോ നമ്മൾ കാണുമ്പോൾ 24 അനീഷ് ഒരാളെ കുറ്റം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരാളെ പറ്റി വിളിച്ച അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോ അനുമോള് കഴിഞ്ഞ ആരാന്ന് വെച്ചാൽ എനിക്ക് അനീഷിന്റെ പേരെ പറയാൻ പറ്റുള്ളൂ. അനീഷിന് എനിക്ക് പേഴ്സണലി വലിയ പരിചയങ്ങളൊന്നും ഇല്ല, എന്റെ സുഹൃത്തിന്റെ ബ്രദറാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ അയാളുടെ ബ്രദറാന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ അല്ലാതെ എനിക്ക് പിന്നെ എന്റെ സുഹൃത്ത് അക്ബറൊക്കെ എന്റെ സുഹൃത്താ, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയില്ലാന്നേ. ഈ അക്ബർ ഞാൻ ഇവന്റിന് കാണുന്നല്ലാതെ ഷാനവാസ് എന്റെ സുഹൃത്താ, നിവിൻ എനിക്കറിയാം. നടക്കുന്ന മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ്, കോമഡിയാണ് ആള് റിയൽ. ആളും എനിക്ക് ദേഷ്യം വന്ന ആ വെള്ളം കോരി ഒഴിച്ചപ്പോഴാണ് പൊളിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കുക ഒരുപാട് പക്ക ഒരു കുഞ്ഞു പിള്ളേരെ പോലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്ക് ഇക്കയോട് ഒരു കാര്യം ചോദിക്കാനാണ്. ഇപ്പൊ ഈ സീസൺ 7 വരെ ബിഗ് ബോസ് നടന്നു, ഇതുവരെ കേൾക്കാത്ത PR വാക്കുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ സീസണാണ്. PR എന്ന് പറഞ്ഞ സംഭവം ഈ സീസണാണ് കൂടുതൽ സംസാരം വന്നതിനെ പറ്റി. ഈ PR ശരിക്കും തെറ്റാണ് കൊടുക്കുന്നത്, ഭയങ്കര മോശമായിട്ട്. കെന്നെ ബിഗ് ബോസിൽ പോണ്, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, കെന്നക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. കെന്നയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഈ PR എന്ന് അനുമോട് ഉദ്ദേശിച്ചത്. അതാണ് അനുമോട് ഉദ്ദേശിച്ചത്. വിനു എന്ന് പറഞ്ഞ ആളാണ് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത്. ആൾക്ക് 16 ലക്ഷം കൊടുക്കുന്ന ആവശ്യമില്ല. 16 ലക്ഷം ഇപ്പൊ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഞാനത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് 16 ലക്ഷം രൂപ കൊടുക്കാൻ അനുമോളുടെ കയ്യിൽ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പൊ എന്തിനാ ബിഗ് ബോസിൽ പോണേന്നൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അനുമോൾ ചേച്ചിയും കൂടിയാണ് മാനേജ് ചെയ്യുന്ന പേജ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. പിന്നെ PR ഉണ്ടെങ്കിലും അനുമോള് മോശമായിട്ട് കാണിച്ചാൽ പുറത്താവുന്നേ, റൂൾസ് ബ്രേക്ക് ചെയ്താൽ പുറത്താവില്ലേ.
ഈ PR കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാരും പറയണ കണ്ടസ്റ്റന്റ് ഉൾപ്പെടെ പറയണ PR മാത്രം കാരണം ജയിക്കുന്ന ഓരോരോ വ്യക്തി അനുമോളാണെന്ന്. അപ്പം അത് പ്രഷർക്ക് അറിയില്ലാത്തതുകൊണ്ടും കൂടെ ഞാൻ ചോദിക്കാണ്, PR കൊണ്ട് മാത്രം ഒരു എന്താ ബിഗ് ബോസിലെ ഒരു കോണ്ടസ്റ്റന്റ് വിജയിക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ PR കൊടുത്തിട്ട് ബിഗ് ബോസിൽ പോയാതില്ലേ? മതിയില്ലേ? പറ്റുമോ? ജനങ്ങൾ തീരുമാനിക്കുന്നേ. അനുമോൾക്ക് കപ്പ് കിട്ടണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു, ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് സപ്പോർട്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യും. കാര്യം എനിക്ക് അനുമോളോട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് അവളോടുള്ള അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് മോശം സമയത്തൊക്കെ എന്റെ കൂടെ നിന്ന ഒരാളുടെ മോശം സമയത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഇപ്പോഴും ഒരു ആത്മാർത്ഥ വേണം അയാള്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവള് പാവാന്നേ. വേറെ പ്രത്യേകിച്ച് അവള് ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ അവിടെ. ഇനി അവളെ ആരെങ്കിലും തല്ലുകയോ അല്ലെങ്കിൽ ആരെയും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പുറത്തുനിന്ന് കാര്യമൊക്കെ ടാർഗറ്റ് ചെയ്ത് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നേ, ഇല്ല. ഈ ഇപ്പൊ എല്ലാരും പറയുന്നതാണ് അനുമോള് പക്ക ആർട്ടിസ്റ്റ് ആണ്, നടിയാണ്, അഭിനയിക്കാൻ നല്ലോണം അറിയാം, അവിടെ അഭിനയിക്കാന്ന്. അപ്പൊ ഇക്കയ്ക്ക് അനുമോളെ അറിയാവുന്നതുകൊണ്ടും ഇപ്പൊ സീസൺ 7 ഒക്കെ കണ്ടും അകത്തൊക്കെ പോയോണ്ടും ഞാൻ ചോദിക്കാം, അനുമോൾ അവിടെ ആക്ട് ചെയ്താണോ നിക്കുന്നത്? ഒരു കാര്യം പറയാം, ഇത് സിനിമയും നല്ലത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ്. അതിലെങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ, ആക്ട് ചെയ്യാൻ പറ്റുമോ? 100 ദിവസത്തിന് ക്യാമറയും മറക്കും, നമുക്ക് നമ്മളായിട്ട് നിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് എത്ര വട്ടം ഒരു ഷോയിൽ അഭിനയിക്കാൻ പറ്റും? അനു അങ്ങനെയാണ്. അതില് ഈ ചൂടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് സ്വഭാവം അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കറിയാലോ. ഇക്ക എന്തിനാ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞത്? അനുമോള് ആ പ്ലാച്ചിനെ പിടിച്ചെടുക്കുമ്പോ എനിക്കൊരു അരോചകമായിട്ട് തോന്നിയായിരുന്നു. എനിക്ക് അപ്പോഴൊക്കെ ദേഷ്യം അവള് എന്തൊക്കെ ഇവള് കാണിക്കണേ. പിന്നെ ഷോ കുറിച്ച് അവള് ഇതായിപ്പോയില്ലേ, ഭയങ്കര ഇത്ര ദിവസം നിക്കുന്ന പ്രതീക്ഷയില്ല. ഒരു എന്താ പറയാ, ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് അതെനിക്ക് തോന്നുന്നു അനുമോളെ അറിയാവുന്നവരെല്ലാരും പറഞ്ഞു അനുമോള് 100 ദിവസം, അനൂപേട്ടൻ പറയാം 100 ദിവസമൊക്കെ അവളെ എങ്ങനെ പിടിച്ചു. അതാണ് ഞാൻ ആലോചിക്കണേ. അപ്പൊ അത് നമ്മളിപ്പോ അവളെ സപ്പോർട്ട് ചെയ്യണേ. അവളത്രയും ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആളുകളുടെ ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ നമ്മള് ആ ഒരു ഷോയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ അവിടെ നിക്കുന്നത്. പിന്നെ അവള് പറയുന്നുണ്ട്, എനിക്കറിയാം ഈ ഷോ കൊണ്ട് ചിലപ്പോ എനിക്ക് നെഗറ്റീവ് വരും, എനിക്ക് ഈ ഷോ കൊണ്ട് അങ്ങനെ ഇങ്ങനെ വരും എന്നൊക്കെ അവള് പറയാ. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി, അവൾക്ക് അത് അറിയാം, ഇതിന്റെ പാറ്റേൺ. ഇപ്പൊ ഈ അനുമോള് അവിടുത്തെ കണ്ടസ്റ്റന്റ് അനുമോൾക്ക് ഒരു ബാധ്യതയില്ല, ലോണില്ല, കാറിനില്ല, വീടിനില്ല, 16 ലക്ഷം എന്ന് വെച്ചാൽ എല്ലാരും പറയുന്നത് 16 ലക്ഷം കൊടുക്കാനുണ്ട്, അത്രയ്ക്കും പൈസ ഉണ്ടെന്നൊക്കെയാ. ആക്ച്വലി അത്രയും രൂപയും ഇത്ര ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അനുമോൾ? ഒരു 16 ലക്ഷം രൂപ PR-നൊക്കെ കൊടുക്കാൻ പറ്റിയ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അനുമോൾക്ക് കടമൊക്കെ ഉണ്ട്, പൈസയുടെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാര്യം നമ്മള് ഒരു ഷോക്ക് പോകുമ്പോ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ അവള് എപ്പോഴും ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാല് എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അനുമോള് ഒരു 50,000 ഉദ്ഘാടനമാണ് മലപ്പുറത്ത്. തിരുവനന്തപുരത്ത് അവള് വരണം, ഒരു ട്രെയിന് വന്നില്ല, ഒരു ബസ്സിന് 2,000-3,000 രൂപ അതിന് പോകും. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഒരു ഡ്രസ്സ് എടുക്കണം, ഉദ്ഘാടനത്തെ അറിയാലോ, അതിന് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനത്തിന് പിന്നെ അവൾക്ക് നല്ല ഫാൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു, അറിയാലോ. പിന്നെ PR-ന്റെ ആവശ്യം, ഉദ്ഘാടനത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ അനുമോളെ കണ്ടു ഓടി വരും. ഈ PR-നൊന്നും ആവശ്യമില്ല അതിന്റെ ഒന്നും. പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരാൾ വേണമെന്ന്. ഈ ഉദ്ഘാടനത്തിനൊക്കെ അനുമോൾക്ക് ഭയങ്കര പൈസയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ലക്ഷറി 50,000 രൂപ, 70 രൂപ, മാക്സിമം 1 ലക്ഷം രൂപ അനുമോൾ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എന്റെ അറിയില്ല കേട്ടോ. ചിലപ്പോ വാങ്ങണമെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെയാണ് കിട്ടണേ. ഇപ്പൊ പൈസ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാന് പാവത്തിനല്ലേ, ഞാൻ പറഞ്ഞതുള്ളൂ. ഇതൊക്കെയാണ് എന്റെ അറിവില്. 16 ലക്ഷം രൂപ PR-ന് കൊടുക്കണമെങ്കിൽ പൈസ എവിടെ നിന്നേ? നിങ്ങൾ അനുമോട് വീഡിയോ കണ്ടോ? വീഡിയോയിൽ കണ്ടോ? ഇപ്പൊ ഒരു ഇന്റർവ്യൂ കണ്ട് ഇറങ്ങിയുണ്ട്, പോയി കണ്ടാതെ. അവളുടെ അച്ഛൻ ഇപ്പോഴും എന്തോ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പാവം. എനിക്കൊന്ന് അനുമോൾ ഇപ്പോഴും വീടിന്റെ അകത്തിരുന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ പണി ചെയ്ത് തീർക്കണം. അച്ഛന്റെ സർജറി, അച്ഛന് ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ അടിയിലും കുറെ പേര് കമന്റ് ഇടുന്നു, ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ്, അച്ഛനൊരു അസുഖം ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ ചേട്ടന് പേഴ്സണലി അറിയാവുന്നോണ്ട് ചോദിക്കുകയാണ്. അച്ഛന്റെ കാലിന്റെ എന്തൊരു അസുഖമുണ്ട്, വയസ്സായല്ലോ, ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ മൂക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇതോട്ടിരിക്കുന്നുണ്ട്.
സർജറി. അതിന് പൈസ ഉണ്ടായില്ല സർജറി ചെയ്യാൻ വേണ്ടി. അതെനിക്കറിയാം. എല്ലാ സമയത്ത് വർക്കൊക്കെ കുറഞ്ഞ സമയത്താണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ സർജറി ചെയ്യണം, അപ്പൊ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ മൂക്ക് ഒരു എല്ല് ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ അവള് പറഞ്ഞു അത് സർജറി ചെയ്താ ഒരു 2-3 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ സർജറി ചെയ്തില്ല. അപ്പൊ അതൊക്കെ എനിക്കറിയാം കുറച്ച് കാര്യം. അപ്പൊ എന്തിനാണ് ആളുകൾ എന്തിനാ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇവര് അവള് ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഇവിടെ വിടുക. എന്തിനാ സൈബർ ബുള്ളിങ്ങും ഇപ്പൊ കമന്റ് ഇടുന്നത്? അവൾ അങ്ങനെയല്ല. ഇവർക്കൊന്നും ഇവര് പേഴ്സണലി ഇവിടെ അറിയാനേ പാടില്ല, വെറുതെ അങ്ങോട്ട് പറയാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീ എൻട്രിക്ക് ശേഷം അനുമോളെ കുറച്ച് സൈബർ ബുള്ളിങ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേര് എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റപ്പെടല് അല്ലെങ്കിൽ അനുമോള് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്ട്രഗിൾ ചെയ്താ നിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാരും ആക്രമിക്കാൻ ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ആക്രമിച്ചു. അതിഭീകര ആക്രമണമായിരുന്നു. കാര്യം എന്താ പറയാ, നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ചെന്നിട്ട് എല്ലാരും ഇതിന്റെ അനുമോളം അങ്ങോട്ട് കൊട്ടി. എനിക്ക് തോന്നുന്നു അഭിലാഷൊക്കെയാണ് കൊട്ടാത്തുള്ളൂ. അഭിലാഷും എനിക്ക് തോന്നുന്നു ജിഷിൻ ചേട്ടനൊക്കെയാണ് ജിഷിനൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ ആളുകളും അനുമോൾ ചുമ്മാ ടാർഗറ്റ് ചെയ്യാം. എന്താണ് കാര്യം? എന്തിരിക്കണോ? എന്ത് കാര്യമുണ്ട്? അനുമോൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഹേർട്ട് ആയത് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന എന്തായിക്കോട്ടെ കൂടെ നിന്നവര് പോലും നിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും അത് ഇനി അവിടെ ഇറങ്ങും പറയാനുള്ള കാര്യം, ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കണ്ടേ, എന്നെ പോലും. നമ്മള് ഞാൻ ഭയങ്കര വിഷമമായത് കണ്ടപ്പോ. അവരൊക്കെ ശരിക്കും പറഞ്ഞാല് അനുമോളെ കൂടെ നിക്കണം. കാരണം ഈ അനുമോളെ അറിയാവുന്നവരെല്ലാരും പറയുന്നത് ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ അനൂപേട്ടൻ ആയിക്കോട്ടെ സ്റ്റാർ മാജിക്കില് അല്ലെങ്കിൽ പുറത്ത് അനുമോളെ നല്ലോണം അറിയാവുന്നവര് പറയണ അനുമോളുടെ അത്ര പിശുക്കി ഞങ്ങളുടെ ഈ ഭൂലോകത്ത് തന്നെ അനൂപേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ട് പോലും ഒരു ലഡു മേടിക്കാത്തവളാണ് 16 ലക്ഷം രൂപ PR കൊടുക്കുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഷിയാസക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവിടെ കോമഡിയാ. വണ്ടിയുടെ പൈസ വാങ്ങിച്ചാ തുൽക്കാനത്ത് വാങ്ങിച്ചാ അതങ്ങനെയാണ്. അവള് കാശിന് വാല്യൂ ഉള്ളവളാ. അവള് അങ്ങനെയൊന്നും പൈസ ഒന്നും 16 ലക്ഷം ഒന്നും കൊടുക്കൂല. നിനക്ക് എന്ത് ആളുകൾ ചുമ്മാ പറയാ. ആരത് പറഞ്ഞിട്ടുണ്ടാക്കി തന്നെ 16 ലക്ഷത്തിന്റെ ഒരു ഇത് വന്നത് പെട്ടെന്നൊരു മുഹൂർത്തത്തിൽ മൊത്തം കേൾക്കുന്നത് 16 ലക്ഷം രൂപയാണ്. പക്ഷെ അത് പല കണ്ടസ്റ്റന്റും പറഞ്ഞ അനുമോള് തന്നെ അവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അനുമോള് ഒറ്റ തള്ളുകളിയായിരിക്കും. എല്ലാവർക്കും ഒരു ഭയം ഒരുക്കട്ടെ. ഇങ്ങനെ ഒരു ഭയം അതന്നെ. ഇത് പുറത്തുനിന്ന് കേട്ടപ്പോ ഷിയാസിക്ക് എന്ത് വിചാരിച്ചു? ആദ്യമായിട്ട് കേൾക്ക ഇവള് 16 ലക്ഷം രൂപയോ അങ്ങനെ വിചാരിച്ചു. എനിക്ക് ചിരി തന്നെ. അവളുടെ കോമഡിയാണ്. അവള് 25,000 എടുക്കാനല്ല ഉദ്ഘാടനം പറയുക. എനിക്ക് ബിഗ് ബോസ് മുമ്പ് ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം നിന്നിട്ട് പറഞ്ഞോ എനിക്ക് ഡ്രസ് എടുക്കാൻ പൈസ ഇല്ല. നിങ്ങള് മറ്റേ ഇനാഗ്രേഷൻ ടീംസ് ആണല്ലോ അല്ലേ? ഇക്ക ഉണ്ടെങ്കിൽ അവിടെ അനുമോളുണ്ടാവും. ആ കോംബോ എങ്ങനെയാ വന്നത് ഇനാഗ്രേഷന്? നിങ്ങളെ രണ്ടുപേരെ വിളിച്ചിട്ട് എല്ലാരും ഇനാഗ്രേഷന് കൊണ്ടുപോണേ. ഈ ലേഡീസിനും ജെന്റ്സിനും ബ്യൂട്ടി പാർലർ ഞാനും നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. കുറെ കേരളത്തിലും നാച്ചുറൽസും ടോണിയങ്ങയും ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും നിങ്ങള് രണ്ടുപേരും മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ്. അപ്പൊ അനുമോൾ എങ്ങനെ വരുന്നത്? ട്രെയിന്. അത് അനുമോൾ തിരുവനന്തപുരത്ത് നിന്ന് വരും. അപ്പൊ മലപ്പുറത്താണെങ്കിൽ കുറ്റിപ്പുറത്ത് ഇറങ്ങും. അല്ലെങ്കിൽ A1 ട്രാവൽസ് ഉണ്ടല്ലോ അതിൽ വരും. അതെവിടെയും ബസ് നിർത്തുമ്പോ ഞാൻ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. കോമഡിയാണ് അവളുടെ കാര്യങ്ങൾ. ഈ അനുമോൾ പർദ്ദ ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പർദ്ദ. അവള് ആക്ച്വലി എന്താ അറിയാം, അവളെ ഒരു ഓൾറെഡി കുറച്ച് ആളുകൾ അറിയുന്നില്ല. അപ്പൊ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകള് നോക്കൂലേ, അപ്പൊ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണം അങ്ങനെ ആളുകൾ ചിന്തിക്കും. ഇവളുടെ കോമഡി എങ്ങനെ അറിയോ, ഇവള് ലോക്കൽ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ടീച്ചറെ പോയി കണ്ടിട്ട് ടീച്ചറുടെ സാറെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് സ്ലീപ്പറിൽ കയറി ഉറങ്ങി വരും. ഇവളുടെ തീരുമാനങ്ങൾ അങ്ങനെയല്ലേ. ഉദ്ഘാടനം ഇപ്പൊ ഒരാഴ്ച മുമ്പ്, അപ്പൊ ചിലപ്പോ ഒരാഴ്ച മുമ്പ് ചിലപ്പോ ടിക്കറ്റ് കിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഇടൂലേ, അറിയാലോ. അപ്പൊ ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം ഇരിക്കുമ്പോൾ നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ട്രെയിനിലൊക്കെ അവള് റയറായിട്ടൊക്കെ വരുള്ളൂ. കൂടുതലും ബസ്സിലാണ്. A1 ട്രാവൽസ് ആണ്. A1 ട്രാവൽസിൽ ആ ചേട്ടന്റെ നമ്പർ എനിക്ക് തരും. വിളി കിടന്ന് ഉറങ്ങും. അപ്പൊ ചേട്ടനെ വിളിക്കും, ഡ്രൈവറെ വിളിക്കും, ചേട്ടാ ഈ ബസ് എപ്പോഴെത്തും? അപ്പൊ ഷിയാസേ എന്നെ അറിയാം. കാര്യം മിക്കപ്പോഴും ഞാനായിരിക്കും ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോ പിക്ക് ചെയ്യണതൊക്കെ. അവിടെ എന്റെ ഉദ്ഘാടനത്ത്
എനിക്ക് തോന്നി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനവളും കൂടി, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചൊരു ഇത്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരുപാട് കാര്യം എനിക്ക് അവിടെ ഭയങ്കര കംഫർട്ടായിരുന്നു. എന്റെ പെങ്ങൾ ഷീബയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അവളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. ഷീബ ഞാൻ തമ്മിൽ 1 വയസ്സ് 1.5 വയസ്സ് ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ അനുമോൾ ഞാൻ തമ്മിൽ ഒരു 5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്, 4-5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അനുമോള് കുട്ടിത്വമുള്ള ഒരു ക്യാരക്ടറാണ്, ചെറിയ കുട്ടികളൊക്കെ പോലെ. അപ്പൊ പിന്നെ എനിക്ക് അത് ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ എന്റെ വൈഫ് എന്റെ കല്യാണത്തിന് രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു, വെളുപ്പിനെ എത്തി. അതൊരു പിറ്റേ ദിവസം പോയത്. അത്രയും ഒരു ഭയങ്കര ഒരു അടുപ്പുള്ള ആള്. ഈ ഫോട്ടോ നിക്കാനുണ്ടായിരുന്നു, കല്യാണത്തിനുണ്ടായിരുന്നു, എല്ലാം അത്രയും റിസപ്ഷൻ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അത്രയും ഒരു അടുപ്പായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളിപ്പോ പറയാൻ പറ്റുള്ളൂ. ആളുകൾ പറയുമ്പോ ഷിയാസ് ഇപ്പൊ ഞാൻ അനുമോൾക്ക് ഒരു പോസ്റ്റ് ഇടുമ്പോ എന്നെ തെറി വിളിക്കും, അനുമോളുടെ PR വന്നു പറയും, അനുമോൾ അത് ഇത്. ഞാൻ ആലോചിക്കാണ്, എനിക്ക് അനുമോൾ എന്ന് പറഞ്ഞൊരു ഒരു വാക്കിൽ പറഞ്ഞാൽ തീരാവുന്ന ബന്ധമല്ല. എന്റെ ഇപ്പൊ അവളുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും എപ്പോ വേണമെങ്കിലും അവരിപ്പോ എന്റെ കൂടെയാണെങ്കിൽ അവളെ എവിടെ വേണമെങ്കിലും വിടും. അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോ എനിക്ക് കംഫർട്ടാണ് ഒരു ആർട്ടിസ്റ്റ് അനുമോളെ വിളിക്കാനാണ്. അതിൻ്റെ ഉള്ളു വേറെ ആരും. പിന്നെ പൈസ ഇല്ലെങ്കിൽ എന്റെ ഭാര്യനെ വിളിക്കും. എന്റെ വൈഫ് തന്നെ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറയും, അവൾക്ക് ഉദ്ഘാടനത്തിന് വരാൻ താല്പര്യമില്ല. അപ്പൊ എന്റെ വൈഫിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് പോകും. അപ്പൊ അത്രയും ഒരു അടുപ്പുള്ള ആളാണ്. എന്റെ കുടുംബമായിട്ടാണെങ്കിലും പെരുമ്പാവൂർ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വരുവോള്, തിരുവനന്തപുരം വന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട്. അത്ര അടുപ്പുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് ബന്ധമാണ്. അപ്പൊ പിന്നെ അതിപ്പോ ഇനിയിപ്പോ ബിഗ് ബോസിൽ പോയി അവൾക്ക് കുറച്ചാൾ നെഗറ്റീവ് പറഞ്ഞാൽ ആ ബന്ധം പോകില്ല, അത് മരണം വരെ ഉണ്ടാവും. അതിലിപ്പം ലാസ്റ്റ് ഇറങ്ങിയപ്പം അവിടെ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് അതിൽ ഔട്ട് ആവും എന്ന് പ്രതീക്ഷ സമയത്ത് അനുമോള് ഇപ്പൊ PR-ന്റെ നമ്പർ എഴുതി കൊടുക്കുന്നു, എന്നിട്ട് അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു PR-ന്റെ നമ്പറൊക്കെ കാണാപ്പാടം അറിയാൻ പറ്റുമോ? 100 ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും കാണാപ്പാടം പഠിച്ചു വെക്കണമെങ്കിൽ അതിലാണ് ഇപ്പൊ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാവുക. അനുമോള് ഭയങ്കരമായിട്ട് കരയും. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ഇനി അങ്ങനെ ഒരു നമ്പർ ഞാൻ ബിഗ് ബോസിൽ 100 എന്റെ ഫോണിന്റെ ഷേപ്പ് തന്നെ മറന്ന ഒരാളാണ്. അതാണ് അല്ല അച്ഛന്റെ അമ്മയുടെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവള് പറയുന്നുണ്ടല്ലോ അച്ഛനും അമ്മയുടെ നമ്പർ മാത്രം എനിക്ക് കാണാപ്പാടാറുള്ളൂ. അപ്പൊ ഒരു PR-ന്റെ നമ്പർ എഴുതി കൊടുക്കുന്നു, അക്ബറിനെ നെഗറ്റീവ് ആക്കണം എന്ന് പറയാൻ പറയുന്നു. അല്ല അക്ബർ നെഗറ്റീവ് ആക്കണം എന്തിനാണ്? അങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കുക. അക്ബർ അതിനകത്ത് നല്ല രീതിയിൽ അക്ബർ അങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റും. ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്നെ നെഗറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചെയ്താൽ മാത്രമേ ആക്കുള്ളൂ. അക്ബർ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അക്ബർ അങ്ങനെ നെഗറ്റീവ് ആക്കും? അനുമോൾ PR ചെയ്താൽ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളാണ് ഒരാളെ നെഗറ്റീവും പോസിറ്റീവും പറയണത്, അല്ലാതെ PR കൊണ്ട് ഒരാളെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ പറ്റില്ല. എങ്ങനെ AI വീഡിയോ ചെയ്യോ അക്ബർ അതിന്റെ അകത്ത് ഇങ്ങനെ ചെയ്തു ആക്കാൻ പറ്റുമോ? എന്ത് ഈ നമ്പറൊക്കെ ഓർത്തിരിക്കോ? ഇല്ലാന്നേ. എങ്ങനെ നമ്പർ ഓർത്തിരിക്കും? നീ എന്താ പറഞ്ഞേ? ഈ PR എന്നൊരു വ്യക്തി ചിലപ്പോ ബിഗ് ബോസ് എന്ന ഷോ ചിലപ്പോ ഒരു 2 മാസം മുമ്പായിരിക്കും വിളിക്കുന്നത്. ആ 2 മാസം ഒരാളെ കണ്ടുപിടിക്കുക, PR സോഷ്യൽ മീഡിയ മാനേജർ ഒരാളെ കണ്ടുപിടിച്ചെന്നായിരിക്കും. ആ നമ്പർ കാണാപ്പാടം എങ്ങനെ പഠിക്കും? എന്റെ നമ്പർ തന്നെ കാണാപ്പാടം പഠിച്ച് ഞാൻ കുറെ ടൈം എടുത്തില്ല. പിന്നെ 100 ദിവസം കൂടെ നിൽക്കുമ്പോ നമ്മൾ പാനിക്കാവും. ഇനി എത്ര വലിയ ബുദ്ധിമാനായ അകത്ത് പോയാലും ഇപ്പൊ ഞാൻ പറയും ഉദാഹരണം സാബുക്ക. ഞാൻ കണ്ടതില് ബിഗ് ബോസ് കണ്ട ഏറ്റവും ഒരു കിടിലൻ പ്ലെയർ സാബുക്ക. കാരണം ഞാൻ അതിൽ ഫേസ് ചെയ്ത ഒരാളാണ്. സാബുക്ക് ഒരു കിടിലൻ പ്ലെയർ ആണ്. പിന്നെ ഒരുപാട് ഇതുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അത് ഈ മീഡിയയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് പോലും ഈ ഒരു ബുദ്ധിയൊന്നും വന്നിട്ടില്ല. ഏത് പുറത്തുള്ള ആളെ ഇമേജ് കളയണം, അകത്തുള്ള ആളെ അത് നമ്മളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെയും പേളിനെയും ശ്രീനിഷൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് അനുമോൾക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ അനീഷ് തമ്മിൽ പ്രണയം എന്തൊക്കെ ഒരു സാധനം പറഞ്ഞു. എന്ത് പ്രണയം? ഒരാൾക്ക് അനീഷിന് ഇപ്പൊ അനുമോളിന് ഇഷ്ടം തോന്നുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അനുമോൾക്ക് അനീഷിന് ഇഷ്ടം നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതൊരു ഗെയിമിന്റെ വശമല്ല. ഗെയിമിന്റെ ഒരു പ്ലാൻ ആണെങ്കിൽ സീസൺ തുടങ്ങുമ്പോൾ ഒരു വീക്കോ 2 വീക്കോ ആയിട്ടുള്ള പ്ലാൻ ചെയ്ത് അതാണ് ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഇത് സീസൺ തീരാൻ 3, 4, 5 ദിവസത്തുള്ള സമയത്താണ് അനീഷ് അത് പറയുന്നത്. തോന്നിയതുകൊണ്ടായിരിക്കും. അപ്പൊ പക്ഷെ അനുമോൾക്ക് ഭയമുണ്ട്. അനുമോൾക്ക് ബുദ്ധിയിലാന്ന് അല്ലെങ്കിൽ ഇതിലാന്ന്. അനുമോൾക്ക് അറിയാം ഇത് ചാനൽ കാണുന്നു, TV കാണുന്നു, അവൾക്ക് പറയാൻ പേടി, ഓഡിയൻസ് എന്ത് വിചാരിക്കും. പിന്നെ അവള് ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ അവളുടെ തെറ്റിദ്ധാരണയാണ്, തെറ്റായിട്ട് ചിന്താഗതിയാണ്. അതില് അനീഷിന് ഓൾറെഡി അനുമോളിന് ചെറിയ ഇഷ്ടം ഉണ്ടാവും ചിലപ്പോൾ. കാര്യം നമുക്ക് ചില ആളുകളോട് ഒരു ചെറിയൊരു അടുപ്പം തോന്നും. അത് സ്വാഭാവികമാണ്. അത്
എല്ലാ സീസണും ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു അട്രാക്ഷനും ചെറിയ ചെറിയ സ്പാർക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അനുമോൾ അത് അധികം അത് സീരിയസ് ആയി പോയപ്പോ അനുമോൾ എൻഗേജ് ആയില്ല. അനുമോൾ ഫണ്ണായിട്ട് അല്ലെങ്കിൽ അനീഷ് ഒരു ഫണ്ണായിട്ട് ആദ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത്. ഷാനവാസ് അതിൽ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അത് ഇത്രയും അല്ല അനുമോൾക്കും അനീഷില്ലാത്ത പ്രശ്നം വന്ന ആളുകൾക്ക്